ഹലോ ഗീസ്, ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഗീ ആണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സംഭവം അടിപൊളിയാണ് കേട്ടോ. ട്രൈ ചെയ്യാത്തവർ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ നല്ല ശുദ്ധമായ നെയ്യിൽ വാട്ടിയെടുത്ത ഏത്തക്കയും ഒരു ഗ്ലാസ് ചായയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇന്ന് നമുക്ക് രണ്ടുപേർക്കും ഓഫ് ഡേയ്സ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് കുറച്ച് കാര്യപരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. ചേട്ടൻ്റെ പല്ല് ഇവിടെ ഉരച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. നമുക്ക് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കുളിച്ചില്ലെങ്കിലും സ്കിൻ കെയർ നിർബന്ധമാണെന്നുള്ള കമൻറ്റ് ഞാൻ നിരോധിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആരും അത് പറഞ്ഞു വരണ്ട കേട്ടോ. അങ്ങനത്തെ നമ്മുടെ കാര്യപരിപാടിയിലോട്ട് കടന്നു കേട്ടോ. പിന്നെ ബ്യൂട്ടീഷ്യൻ ഞാൻ ചെയ്യാറില്ല. കാരണവന്മാരായിട്ട് എന്നൊരു കോലമുണ്ട്, ഭംഗിയുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ലുക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് കേട്ടോ. നമുക്ക് ഫസ്റ്റ് പോകാനുള്ളത് റിജോയുടെ ഹെയർ കട്ടിനാണ്. അറ്റ്ലീസ്റ്റ് ഒരു 3 വീക്സ് കൂടുമ്പോഴെങ്കിൽ ഈ കാടൊന്നും വെട്ടിത്തെളിച്ചില്ലെങ്കിൽ കുറച്ച് പാടാണ്. എങ്ങനെയുണ്ട് ചെക്ക, അടിപൊളിയായിട്ടില്ലേ? അങ്ങനെ മുടിയെല്ലാം വെട്ടി പുറത്തിറങ്ങിയപ്പോൾ ആരാ വന്നിരിക്കുന്നതെന്ന് നോക്കി. ആരെയും കാണുന്നില്ലല്ലേ ഗൈസ്? നിങ്ങൾ എൻ്റെ ഫേസിലോട്ട് നോക്കൂ. വേറെ ആരുമല്ല, സൂര്യൻ. പുള്ളിക്കാരൻ ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നും അല്ല കേട്ടോ. ഒടുക്കത്തെ ഡിമാൻഡാണ്. വിൻ്റർ ആയിക്കഴിഞ്ഞാൽ മഷിയിട്ട് നോക്കിയാൽ കിട്ടത്തില്ല. കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ഞാൻ പുള്ളിയോട് പറഞ്ഞിട്ടുണ്ട്. നമ്മളിത് ഇപ്പോൾ സാറയിലാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഫോൾ സീസൺ അല്ലേ. ഫോൾ സീസൺ ആയതുകൊണ്ട് ചെറിയൊരു ഫോട്ടോഷൂട്ട് ചെയ്താലോ എന്നൊരാഗ്രഹമുണ്ട്. അതിന് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ വന്നതാണ് കേട്ടോ. പിന്നെ ഫോട്ടോഷൂട്ട് നെക്സ്റ്റ് വീക്കേ നടക്കത്തുള്ളൂ കേട്ടോ. അപ്പോഴേക്ക് 2 ഇലയെങ്കിലും മരക്കൊമ്പിൽ കാണണമെന്നുള്ള ഒരേ ഒരു പ്രാർത്ഥന എനിക്കുള്ളൂ. പിന്നെ ഈ ഡ്രസ്സ് സ്പോൺസർ ചെയ്ത റിജോയ്ക്ക് എൻ്റെ പേരിലും ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരുടെ പേരിലും ഞാൻ നന്ദി പറയുന്നു. ഇനിയും ഇങ്ങനെ ഭാര്യയ്ക്ക് ഡ്രസ്സ് വാങ്ങിത്തരാനുള്ള കാശും മനസ്സും പടച്ചോൻ നൽകട്ടെ എന്നും കൂടെ ഞാൻ ഈ നിമിഷത്തിൽ പ്രാർത്ഥിക്കുന്നു. പിന്നെ നമ്മളിതേ വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ, കുറച്ച് പായസം ഉണ്ടാക്കി. ഇന്ന് നമുക്ക് ഡിന്നർ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് കേട്ടോ. പിന്നെ അവർ മലയാളീസ് അല്ല, അതുകൊണ്ട് നമുക്കിന്ന് ഡിന്നറിന് നീർദോശ ആൻഡ് നാട്ടുകോളി സാറുമാണ്. പിന്നെ ഈ ഒരു ഫിൽറ്റർ കോഫി. എന്തായാലും സംഭവം കലക്കി. പിന്നെ അവളെനിക്ക് മൈലാഞ്ചിയൊക്കെ ഇട്ട് തന്നു കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഡേ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.